പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധരുവിയുടെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 107 4 വാക്യം. വാസയോഗ്യമായ നഗരത്തിലേക്ക് വഴി കണ്ടെത്താതെ ചിലർ മരുഭൂമിയിൽ അലഞ്ഞ് നടന്നു. വിശന്നും ദാഹിച്ചും അവർ വലഞ്ഞു. അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. അവരുടെ കഷ്ടതയിൽ നിന്ന് അവിടുന്ന് അവരെ രക്ഷിച്ചു. വാസയോഗ്യമായ നഗരത്തിലേക്കുള്ള വഴി കണ്ടെത്താതെ ചിലർ മരുഭൂമിയിൽ അലഞ്ഞ് നടന്നു. ഇവിടെ എന്താണ് മരുഭൂമി? മദ്യത്തിനും മദിരാക്ഷിക്കും മയക്കുമരുന്നിനും സാത്താൻ സേവയ്ക്കും അന്ധവിശ്വാസങ്ങളുടെ പുറകെയും എല്ലാം ഇങ്ങനെ പാഞ്ഞു നടന്ന് ധിക്കാരിയായി ദൈവത്തെ ത്യജിച്ചുകൊണ്ട് ദൈവത്തിന് ചെവി കൊടുക്കാതെ ഇങ്ങനെ താന്തോന്നിയായി നടന്ന് രക്ഷ കിട്ടാതെ അലഞ്ഞു തിരിയുന്ന മനുഷ്യരെയാണ് ഇവിടെ ഈ വചനഭാഗം പ്രതിനിധീകരിക്കുന്നത്. ഈ ബൈബിളിൽ തന്നെ ആ മുടിയനായ പുത്രൻ്റെ ഉപമയുണ്ടല്ലോ. സ്വന്തം പിതാവിൻ്റെ ഭവനത്തിൽ എല്ലാ സമ്പന്നതയോടും കൂടെ നല്ല സന്തോഷത്തോടു കൂടെ ജീവിച്ചുകൊണ്ടിരുന്നപ്പോൾ അവന് സാത്താനൊരു പ്രേരണ കൊടുക്കുകയാണ്. എനിക്കെൻ്റെ വീതം ഇപ്പോൾ കിട്ടണം. അങ്ങനെ ആ പിതാവിനോട് കലഹിച്ച് സ്വന്തം വീതം വാങ്ങി സ്വന്തം ശക്തിയിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് അവൻ പുറപ്പെട്ടു പോകുന്നു. അങ്ങനെ അവൻ ചീത്ത കൂട്ടുകെട്ടിലൊക്കെ വീഴുകയും അവൻ്റെ സമ്പത്തെല്ലാം നശിച്ചു പോവുകയും അവസാനം അവൻ പന്നിക്കൂട്ടിൽ കിടന്ന് പന്നിക്ക് കൊടുക്കുന്ന ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന അങ്ങനെ തകർന്ന് തരിപ്പണമായി അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവനൊരു ചിന്ത, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അവിടുത്തെ ഭൃത്യന്മാർ പോലും ഇതിനേക്കാൾ എത്രയോ ഭേദമായിട്ടാണ് സന്തോഷത്തോടെ അവർ കഴിയുന്നത്. എൻ്റെ സ്ഥിതിയോ, ഞാൻ ആ സൗഭാഗ്യത്തിൽ നിന്നെല്ലാം വേർതിരിഞ്ഞു പോയി നശിച്ച് നാരായണക്കല്ല് പറിച്ച് ഞാൻ ഈ പന്നിക്കൂട്ടിൽ പന്നി ഭക്ഷിക്കുന്നത് തിന്ന് കിടക്കേണ്ട ഗതികേട് എനിക്ക് വന്നല്ലോ എന്ന ആ ഒരു തിരിച്ചറിവ് വന്നപ്പോൾ അവൻ രണ്ടും കൽപ്പിച്ച് പിതാവിൻ്റെ ഭവനത്തിലേക്ക് തന്നെ അവൻ തിരിച്ചു ചെല്ലുകയാണ്. പിതാവ് അവനെ ദൂരെ വെച്ച് തന്നെ കാണുന്നു. ഓടി വന്ന് അവനെ ആശ്ലേഷിക്കുന്നു. യാതൊരു പരിഭവവും പറയുന്നില്ല. അവനെ സ്വീകരിച്ച് അവന് നല്ല ഉടയാടകൾ കൊടുക്കുന്നു. കാളക്കുട്ടിയെ കൊന്ന് വിരുന്നൊരുക്കുന്നു. നീ എനിക്ക് നഷ്ടപ്പെട്ടു പോയ മകനായിരുന്നു, നീ തിരിച്ചു വന്നിരിക്കുന്നു. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ആഹ്ലാദിക്കാം, സന്തോഷിക്കാമെന്ന് പറയുന്നു. നമുക്കെല്ലാവർക്കും നമ്മുടെ ആബാപിതാവായ ദൈവം നമ്മളെ കാത്തിരിക്കുന്നു. ഏതൊക്കെ മരുഭൂമിയിലൂടെ നമ്മൾ സഞ്ചരിച്ചാലും, എത്രയൊക്കെ വഴിതെറ്റിപ്പോയാലും, അനുദപിക്കുന്ന പാപിയെ ഓർത്ത് സ്വർഗം സന്തോഷിക്കുന്നു എന്ന ഒരു വചനം നമ്മൾക്കെല്ലാവർക്കും ബലമേകട്ടെ. നമ്മുടെ അവസ്ഥകൾ എന്തു തന്നെയായിരുന്നാലും നമുക്ക് കർത്താവിലേക്ക് തിരിയാം. പശ്ചാത്താപ വിവശമായ ഒരു ഹൃദയത്തോടെ നമുക്ക് കർത്താവിലേക്ക് തിരിയാം. കർത്താവിൻ്റെ സൗഭാഗ്യത്തിൽ, കർത്താവിൻ്റെ യഥാർത്ഥ സന്തോഷത്തിലും സമാധാനത്തിലും ഐശ്വര്യത്തിലും വിവേകത്തിലുമൊക്കെ നമുക്ക് വീണ്ടും നമ്മുടെ ആ സന്തോഷത്തെ, നമ്മുടെ ആ സമാധാനത്തെ നമുക്ക് പുനഃസ്ഥാപിക്കാം. ഈ ഒരു കൃപയ്ക്കായി നമുക്ക് സർവേശ്വരനോട് പ്രാർത്ഥിക്കാം.
ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. ആമേൻ. ഗോഡ് ബ്ലെസ്.